നമസ്കാരം. ഓം കൂജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം പഞ്ചവിംശ സർഗഃ 25-ാം സർഗം. ഖരൻ ഇപ്പോൾ ശ്രീരാമൻ്റെ നേർക്ക് യുദ്ധത്തിന് ആഞ്ഞടുക്കുകയാണ് തൻ്റെ സൈന്യത്തോടു കൂടി. അവിടെയെല്ലാം ശബ്ദഘോഷം നിറഞ്ഞ് ഉയർന്നു. പൊടി അവിടെയെല്ലാം പറക്കാൻ തുടങ്ങി. ഖരൻ്റെ പെരുമ്പട അതിവേഗത്തോടെ രാമനെ സമീപിച്ചു. രാമൻ അവരെയെല്ലാം ആകെ ഒന്ന് നോക്കി. എന്നിട്ട് യുദ്ധത്തിനായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഖരസൈന്യത്തെ തൻ്റെ ഭീമമായ വില്ലുകുലച്ച് ആവനാഴിയിൽ നിന്ന് അമ്പുകൾ വലിച്ചെടുത്തു. അതിതീവ്രമായ ക്രോധം രാമന് ഉണ്ടായി ഈ സേനയെ കണ്ടിട്ട്. അദ്ദേഹം തേജസ്സാൽ വളരെ ശോഭിതനായി തീർന്നു. വനദേവതകൾ അത് കണ്ട് വല്ലാതെ ഭയന്നു. ദക്ഷൻ്റെ യാഗത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിയെത്തിയ രുദ്രനെ പോലെയാണ് അപ്പോൾ രാമൻ കാണപ്പെട്ടത്. ഇനി 25-ാം സർഗത്തിലെ പ്രതിപാദ്യം എന്താണെന്ന് നോക്കാം. പഞ്ചവിംശ സർഗഃ ശ്ലോകം 1. അവഷ്ടബ്ധധനും രാമം ക്രുദ്ധം തം രിപുഖാദിനം ദദർശാശ്രമം ആഗമ്യ ഖര സഖ പുരസരൈഹൈ. ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം, സഹചരന്മാരോടുകൂടി ആശ്രമത്തിലെത്തിയ ഖരൻ ശത്രു സംഹാരകനായ രാമനെ ധനുഷ്പാണിയായി ക്രുദ്ധനായി കണ്ടു. ആയുധമേന്തിയവനായി വളരെ കോപാവിഷ്ടനായി കണ്ടു. ശ്ലോകം 2. തം ദൃഷ്ട്വാ സഗുണം ശാപം ഉദമ്യ ഖരനിസ്വനം രാമസ്യാഭിമുഖം സൂതം ചോദ്യതാമിത്യചോദയത്. ഞാൻ കെട്ടിയ ശാപമുയർത്തി ഞാണൊലി മുഴക്കി നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ട് രാമന് നേരെ രഥം തെളിക്കുവാൻ ഖരൻ സൂതനോട് പറഞ്ഞു. ശ്ലോകം 3. സ ഖരസ്യാജ്ഞയാ സൂതസ്തുരഗാൻ സമചോദയത് യത്ര രാമോ മഹാബാഹുർ ഏകോ ധുന്വൻ ധനുസ്ഥിതഃ. ഖരൻ്റെ ആജ്ഞ അനുസരിച്ചു സൂതൻ ഏകനായി വില്ലുകുലച്ചുകൊണ്ട് നിൽക്കുന്ന മഹാബാഹുവായ രാമന് നേരെ കുതിരകളെ തെളിച്ചു. ശ്ലോകം 4. തം തു നിഷ്പതിതം ദൃഷ്ട്വാ സർവതോ രജനീചരാഃ മുജ്ജമാനാ മഹാനാദം സജീവാ പര്യവാരയൻ. ഖരൻ രാമനടുത്തേക്ക് കുതിരകളെ ചെന്നേൽക്കുന്നത് കണ്ട സജീവന്മാരായ അനുയായികൾ ആർത്തു വിളിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും കൂടി. ശ്ലോകം 5. സതേഷാം യാതുധാനാനാം മധ്യേ രഥഗതഖരഃ ബഭൂവ മധ്യേ താരാണാം ലോഹിതാംഗ ഇവോദിതഃ. ആ രാക്ഷസന്മാരുടെ മധ്യത്തിൽ രഥത്തിൽ ഇരിക്കുന്നവനായ രാമൻ താരങ്ങളുടെ നടുക്ക് ചൊവ്വാഗ്രഹം ഉദിച്ചു നിൽക്കും പോലെ വർത്തിച്ചു. ശ്ലോകം 6.
തതശരസഹസ്രേണ രാമം അപ്രതിമൗജസം ആർദയിത്വാ മഹാനാദം നനാദ സമരേ ഖരഃ. അപ്രതിമനായ ഓജസ്സാർന്ന രാമന് നേരെ ആയിരക്കണക്കിന് അമ്പുകൾ എയ്തും കൊണ്ട് ഖരൻ ഭയങ്കരമായ പോർവിളി മുഴക്കി. ശ്ലോകം 7. തതസ്തം ഭീമധന്വാനം ക്രുദ്ധ്വാ സർവേ നിശാചരാഃ രാമം നാനാവിധൈഷാസ്ത്രൈ അഭ്യവർഷന്ത ദുർജയം. 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: അപ്പോൾ ക്രുദ്ധരായ രാക്ഷസരെല്ലാവരും ദുർജയനും ഭീമമായ ധനുസ്സേന്ത്യവനുമായ രാമന് നേരെ നാനാവിധ ആയുധങ്ങൾ വർഷിച്ചു. ശ്ലോകം 8. മുദ്ഗൈരൈരായസൈ ശൂലൈ പ്രാസൈ ഖഡ്ഗൈ പരശ്വഥൈഃ രാക്ഷസാ സമരേ ശൂരം നിജഘ്നു രോഷതത്പരാഃ. ഇരുമ്പോണ്ടുള്ള മുദ്ഗരങ്ങൾ, ശൂലങ്ങൾ, കുന്തങ്ങൾ, ഖഡ്ഗങ്ങൾ, മഴുക്കൾ മുതലായ ആയുധങ്ങൾ ദുഷ്ടരായ രാക്ഷസർ സമരശൂരനായ രാമന് നേരെ തുരുതിരെ പ്രയോഗിച്ചു. 8 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. 25-ാം സർഗത്തിലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു.